MGക്ക് വിൻസർ പോലെ കിയയ്ക്ക് സിറോസ് ആൻഡ് ഒരു പഞ്ച് മേടിക്കണമെന്നും ഒരു ഡിഫൻഡർ മേടിക്കണമെന്നും എന്നാൽ വാഗണറിൽ നിന്നൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നും ആഗ്രഹമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന കിയയുടെ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ ബാക്കിൽ കിടക്കുന്നത്. ഈ കാണുന്നത് 2026 നിങ്ങളൊരു സിറോസ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ആയിരിക്കും. അപ്പോൾ കിയ സിറോസിൻ്റെ കിഡിലൻ യൂസർ റിവ്യൂയിലേക്ക് സ്വാഗതം. റിവ്യൂ കാണാം. അപ്പോൾ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ കൊടുത്തോളൂ. ഞാൻ ഹരിശങ്കർ, ഇത് നമ്മുടെ വണ്ടിയാണ്. അതെ, അത്രയൊക്കെ മതി. അപ്പോൾ കിയ സിറോസ് ഇപ്പോൾ എടുത്തിട്ട് എത്ര നാളായി? ഇപ്പം ഓൾമോസ്റ്റ് 6 months. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി? ഇപ്പം 11K ആയിട്ടുണ്ട്. 11K. ഓക്കെ, അപ്പോൾ ഈ ഒരു 11,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചതിൻ്റെ കിഡിലൊരു യൂസർ റിവ്യൂ പറഞ്ഞു കൊടുത്തേക്കണം. യെസ്. അപ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാർ കാണും. കാരണം ഇത് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അത് നല്ലപോലെ പഠിച്ചിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. കാരണം നമുക്ക് ഇവരുടെ ബ്രാൻഡിൽ നിന്ന് തന്നെ നമുക്ക് സെൽട്ടോസിലും ഈ പറഞ്ഞ സോണറ്റും ഒക്കെ എടുക്കാൻ പറ്റുന്ന പോയിന്റ് തന്നെ, പ്രൈസ് പോയിന്റ് തന്നെയാണ് ഇതും കൊണ്ട് ഇറക്കിയേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സിറോസ് എടുത്തു? ആൻഡ് സിറോസ് എടുത്ത സമയത്ത് ഏതൊക്കെ വണ്ടി നോക്കി? ഞാൻ ഫസ്റ്റ് ഒരു അപ്ഗ്രേഡ് ആണ്, ഞാൻ ഓൾറെഡി വാഗണാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാഗണാറിൽ നിന്നൊരു അപ്ഗ്രേഡ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം വാഗണാർ ഓൾറെഡി ലൈക്ക് ഒരു പ്രാക്ടിക്കൽ വണ്ടിയാണ്. അപ്പോൾ ഫാമിലി ഒരു റിലേറ്റഡ് ആയിട്ട് നോക്കുന്നത് ഭയങ്കര പ്രാക്ടിക്കൽ വണ്ടിയാണ്. അപ്പം അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയ ടൈമിൽ ഞാൻ കൺസിഡർ ചെയ്തത് ഒന്ന് സിറോസ് ആണ്, പിന്നെ കൈലാക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് വണ്ടികൾ നോക്കി. ഞാൻ ടാറ്റയും മഹീന്ദ്രയും ഞാൻ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സർവീസ് ഹിസ്റ്ററീസ് അറിയാമല്ലോ. അപ്പം അത് 2 ബ്രാൻഡ്സ് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. മാരുതി കൈൻഡ് ഓഫ് ലൈക്ക് അവോയ്ഡ് ചെയ്തു. മെയിൻ റീസൺ ബ്രെസ ഇതിലൊന്നും പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ കുറെ നാളായിട്ട് ആ ഒരു ഓൾഡ് ഫീൽ ആണ്. അപ്പൊ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 years അവർ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വിഷമം വരും. അപ്പൊ അത് കാരണം ലൈക്ക് നോക്കിയതിൽ കൈലാക്കും ഈ ഒരു ഓപ്ഷനും ആണ് ലൈക്ക് ഇൻ ദ എൻഡ് ഫൈനൽ വന്നത്. കൈലാക്ക് ആക്ച്വലി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. സിറോസിലോട്ട് പിന്നെയും ചൂസ് ചെയ്യാൻ കാരണം ഇന്റീരിയർ കംഫർട്ടും റിയർ സ്പേസും ആണ്. ഇപ്പം വീട്ടിൽ ഇപ്പം ആളുകൾക്കൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ മുട്ടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാലൊക്കെ നിർത്തിയിരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇതിലുണ്ട്. അപ്പം ആ ഒരു സബ് 4 മീറ്ററിൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇപ്പം പുറകിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു സ്പേസ് പിന്നെ ഞാനത് യൂട്ടിലിറ്റി രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ റിയർ സീറ്റ് ഒക്കെ ബെൻഡ് ചെയ്തിട്ട് ബോക്സസ് ഒക്കെ നിറച്ച് കുത്തി കയറ്റിക്കൊണ്ടൊക്കെ പോകാറുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടും പറ്റിയൊരു വണ്ടിയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഉണ്ട് ഇതിലോട്ട് തന്നെ വന്നെത്തി. കൈലാക്ക് ആക്ച്വലി എന്താണ് ആ ഡ്രൈവിംഗ് ഫീല് ഭയങ്കര കിടിലാണ്. ബ്രേക്കിംഗ്, ആക്സിലറേഷൻ എല്ലാം കിടിലാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലയും. ബോഡി റോഡ് പിന്നെ കൈലാക്ക് എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, കംഫർട്ടാണ് മെയിൻ പ്രയോറിറ്റി കൊടുത്തത്. അതെ, എല്ലാ ആൾക്കാർക്കും സുഖമായിട്ട് ഇരിക്കാൻ പറ്റണം എന്നുള്ളൊരു ഫീഡ്ബാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നത്തെ വാഗണാറിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ലോങ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ടാണ് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഫുള്ള് ഓടിയിട്ടുണ്ട്. വയനാട് വെച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞാൻ ഇതും കൊണ്ട് പോയിട്ടുണ്ട്. 1 month ഈ വണ്ടിയിൽ നടന്നിട്ടുണ്ട് എടുത്ത സമയത്ത്. അപ്പം അങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നതിൽ എന്തുകൊണ്ടും റിഗ്രറ്റ് ഇല്ല. ലൈക്ക് കൈലാക്ക് എടുക്കാത്തതിൽ റിഗ്രറ്റ് ഇല്ല. കാരണം ഇന്റീരിയർ ലൈക്ക് റിവേഴ്സ് ക്യാം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരു വഴിക്ക് കൊള്ളത്തില്ലായിരുന്നു. ആക്ച്വലി HTX ആണ്. ഇതിപ്പോ HTX വേരിയന്റ് ആണ്. എല്ലാം ഉണ്ട്, എല്ലാ മോഡലും ഉണ്ട്. ഇപ്പം കളേഴ്സ് എല്ലാ വണ്ടിയിലും ലൈക്ക് ഓപ്ഷൻസിൽ സിമിലർ ആണ്. പിന്നെ ബേസ് തൊട്ട് പനോരാമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളി ലൈക്ക് ആ 2 യൂണിറ്റ് ഉണ്ട്. ആ 2 യൂണിറ്റും ബേസ് മോഡലും തൊട്ടേ ഉണ്ട്. ടോപ്പ് എൻഡ് HTX പ്ലസിലോ HTK പ്ലസോ അതിന് മണ്ടക്കോട്ടുള്ളതിലാണ് AC കൺട്രോളും കൂടെ ചെറിയൊരു ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാത്തിനും ലൈക്ക് സിമിലർ ഇത് തന്നെയാണ്. ഈ DRLs പിന്നെ റിയർ ടെയിലൈറ്റിന്റെ ഒരു കണക്ഷൻ അതൊക്കെ LED വരുന്നത് ഈ HTX സ്റ്റാർട്ടിങ്ങിലാണ്. പിന്നെ സീറ്റ് വെന്റിലേഷനും ഈ HTXൽ വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് 2 വെന്റിലേറ്റർ ആണ്. റിയർ സീറ്റ് വെന്റിലേഷൻ HTX പ്ലസിലാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് സീറ്റ് വെന്റിലേഷൻ മതി എന്നുള്ള രീതിയിൽ ഇത് തന്നെ പ്രിഫർ ചെയ്തു. സോണറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സോണറ്റ് ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തു. സോണറ്റ് ലൈക്ക് പെർഫോമൻസ് ഓടിച്ച് ഇങ്ങനെ നടക്കാനാണെങ്കിൽ സോണറ്റ് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. കുറച്ച് മോഡേൺ പോലെ. സോണറ്റ് ആക്ച്വലി വളരെ നല്ല വണ്ടി തന്നെയാണ്. നമുക്ക് ആ ഒരു എന്താണ് അത്യാവശ്യം നമുക്ക് സ്പീഡിൽ ഇങ്ങനെ വെട്ടിച്ച് അങ്ങനെ ഓടിക്കാനൊക്കെ പറ്റിയതാണ്. ഇതൊരു കുറച്ചും കൂടെ ഒരു സ്ലോ
ആയിട്ട് നമ്മൾ പതുക്കെ ഓടിച്ച് ഇങ്ങനെ പോകാൻ പറ്റിയ വണ്ടിയാണ്. സബ് 4 മീറ്റർ തന്നെയാണ്. വീതി ഇതിന് കുറച്ച് കൂടുതലുണ്ട്. ഇത് സെയിം പ്ലാറ്റ്ഫോം അല്ല, K1X പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോമിലാണ്. അത് എന്തോ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിനതുകൊണ്ട് 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് നമ്മുടെ BN ക്യാപ്പിൽ. മറ്റേതിന് 3 സ്റ്റാർ സംതിങ് തോന്നുന്നത്. സെൽറ്റോസിന് ഉൾപ്പെടെ സോണറ്റ് എന്തായാലും, കാരണം സോണറ്റ് ഇതും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് വിചാരിച്ചു. പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഡിഫറൻസ് ഉണ്ട്. റീഇൻഫോഴ്സ്ഡ് ആണെന്നുള്ളൊരു, അതുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയും ഒരു രീതിയിൽ ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് ഇട്ട് ഗൈസ്, ഇവിടെ ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ഇച്ചിരി വെളുപ്പിനെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പോസ്റ്റ് ആക്കി, ഞാൻ ലേറ്റ് ആയി. എനിക്ക് വണ്ടിയൊക്കെ ചാർജിലാണായിരുന്നു യുനോ. അപ്പോൾ നമ്മുടെ സിറോസിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം? ഞാൻ കൂടുതൽ ഹൈവേസിലാണ് ഓടിച്ചേക്കുന്നത്. ഹൈവേസിൽ നമ്മുടെ ട്രാഫിക്കിലെല്ലാം ഓടിച്ചിട്ടുണ്ട്. ഹൈവേസിൽ ഓടിക്കുമ്പോൾ വണ്ടി അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 174 വരെ പുഷ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി, നമ്മുടെ കോഴിക്കോട് ആ ഒരു റോഡിലൊക്കെ. പിന്നെ മെയിൻ ആയിട്ട് തോന്നിയൊക്കെ ഒരു ബോഡി റോള് പോലെ ഒരു ഇത് ഫീലിംഗ്, എസ്പെഷ്യലി ലോവർ സ്പീഡിൽ നമ്മൾ ഈ കുഴിയൊക്കെ ചാടുമ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നല്ലോണം കിടന്ന് ഒലയുന്നുണ്ട്. അപ്പൊ കൈലാക്ക് ഓടിച്ച സമയത്ത് കൈലാക്ക് അത്ര ഒലച്ചിട്ടില്ല, ഇതിൽ കുറച്ചും കൂടെ നല്ലോണം കിടന്ന് ഒലയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ മേ ബി കുറച്ചും കൂടെ ഒന്ന് റിഫൈൻ ചെയ്യായിരുന്നു. എനിക്കൊന്ന് കിയയുടെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലും സെൽറ്റോസ് ഇറങ്ങിയ സമയത്തൊക്കെ സസ്പെൻഷൻ ആദ്യം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നത്തെ ഇറ്ററേഷനിലാണ് അവർ ഫിക്സ് ചെയ്തത്. അപ്പം ഇതിലും ആ ഒരു സിമിലർ ഫീൽ ഉണ്ട്. ഡീസലിന് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്, കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പം സസ്പെൻഷൻ മേ ബി കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ. ഇത് 1 ലിറ്റർ ടർബോയാ. ഇല്ല, ഇതിന് ആക്ച്വലി ഡീസൽ 1.5 ടർബോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഡീസൽ എനിക്ക് തോന്നുന്നു 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഡീസലിൽ ഒരു എഞ്ചിനല്ലേ ഉള്ളൂ, അതന്നെ എല്ലാം 3 വണ്ടിയിൽ ഓടുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഡീസൽ ഓപ്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല, ഞാൻ പെട്രോൾ ആണ് കൺസിഡർ ചെയ്തത്. ഇപ്പൊ ഡീസലിനെ പറ്റി നോക്കാനോ പോയില്ല. കാരണം എന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിലപ്പം ഇത്രയും കിലോമീറ്റർ ഓടും, പിന്നെ കുറച്ച് നാളത്തേക്ക് വണ്ടി എടുക്കത്തേ ഇല്ല. എനിക്ക് വണ്ടി ഉണ്ടായിരുന്നല്ലേ, മറന്നേ പോകും. അപ്പം ഇങ്ങനത്തെ സിനാരിയോയിൽ നമ്മളൊരു ഇറഗുലർ ഈ സംഭവം പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഡീസൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ക്ലോത്ത് അപ്പ് ഒക്കെ ആവുന്നതുകൊണ്ട് കൺസിഡർ ചെയ്തതില്ല ഡീസൽ. അപ്പം പിന്നെ എഫിഷ്യൻസി പറയുവാണെങ്കിൽ എറണാകുളം ട്രാഫിക്കിൽ 6 ലിറ്റർ മൈലേജ്, പിന്നെ ഇച്ചിരി കൂടുതലല്ലേ, ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ആണെങ്കിൽ കോഴിക്കോടൊക്കെ ഓടിച്ച സമയത്ത് എനിക്ക് 18-20 ഒക്കെ കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ. ഇതിനോ? രാത്രിയിൽ 12 മണി സമയങ്ങളിലൊക്കെ. പക്ഷെ അതാകുമ്പോഴത്തേക്ക് ഒരു 1.8 to 2.2 RPM KRPM ഇടയ്ക്ക് നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ ആ ടർബോയുടെ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടല്ലോ, ആ സ്വീറ്റ് സ്പോട്ട് കീപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല മൈലേജ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ രാത്രിയിലാണ് ഞാൻ കൂടുതൽ ഈ വണ്ടി ഓടിക്കുന്നത്, കാരണം മാക്സിമം മൈലേജ് കിട്ടാൻ വേണ്ടി. സിറ്റി ഭയങ്കര ശോകമാണ് രാത്രിയിൽ. പിന്നെ രാത്രി പറഞ്ഞപ്പോഴാണ് രാത്രിയിലെ വണ്ടിയുടെ വെട്ടം കുറച്ചും കൂടെ ബെറ്റർ ആകാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇച്ചിരി ലൈറ്റ് കുറവാണ്. പൊസിഷനിങ്ങിൻ്റെത് മാത്രമല്ല, അകത്തുള്ള ഫോഗ് ലൈറ്റ് ഇല്ല ഇതിന്. അപ്പം നമുക്ക് അഡീഷണൽ വെക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് മൊത്തം മാറ്റി കുളവാക്കണം. കാരണം ഈ ഡിസൈൻ അങ്ങനെ എല്ലാവർക്കും ഉള്ള ഡിസൈൻ അല്ലല്ലോ. വണ്ടി എടുത്ത നെക്സ്റ്റ് ഡേ തന്നെ ഒരു ബൈക്ക് വന്ന് ഇവിടെ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് സംഭവം അറിയാം, ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ വണ്ടി റോഡിൽ കാണുന്നില്ലല്ലോ അധികം. അപ്പൊ ബൈക്ക് ഏത് വണ്ടി അയ്യോ അങ്ങനെ ഇതില് ബൈക്കുകാരൻ വന്ന് ഇടിച്ചായിരുന്നു. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുക, വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് ഇടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് നല്ലോണം പൈസ ചിലവാ. കാരണം എല്ലാം തട്ടുന്ന സ്ഥലങ്ങളിലാണ് ലൈറ്റ് ഇരിക്കുന്നത്. കറക്റ്റ് തട്ടുന്ന സ്ഥലത്താണ് ലൈറ്റ് എല്ലാം ഇരിക്കുന്നത്. സോ നോട്ട് ഫോർ ഇന്ത്യ. ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് മസ്റ്റ് ആണ്. എടുത്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ സിറോസിലോട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഫീച്ചർ മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? കംഫർട്ട് ആണ് മെയിൻ. കംഫർട്ട് ശരിയാണ്. കാരണം എനിക്ക് ബാക്ക് സീറ്റിൽ എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കുറച്ച് നാളിന് മുമ്പ് ഷൂട്ടിന് വേണ്ടി വണ്ടി കുറച്ച് ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇന്റീരിയറാണ്. എക്സ്റ്റീരിയർ വിട്ടേക്ക്, ഞാൻ നോക്കുന്നേ ഇല്ല സബ്ജക്ട്, അതോ വിട്ടേക്ക്. അപ്പോൾ ഇന്റീരിയർ എനിക്ക് ഭയങ്കര സെൽറ്റോസിനെക്കാട്ടി ആ സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സെൽറ്റോസ് വന്നപ്പോൾ അത് പിന്നെയും പുതിയതായി, ഇത് പഴയതായി. ബട്ട് എന്നാലും അന്ന് സെൽറ്റോസ് ഉള്ള സമയത്ത് ആ സെൽറ്റോസിനെക്കാട്ടി അടിപൊളി ഇതായിരുന്നു. അതെ, സ്റ്റിൽ ഇപ്പോഴും 2026 മേടിക്കാൻ വേണ്ടി ഈ മോഡൽ തന്നെയല്ലേ? ഈ മോഡൽ തന്നെയാണ്. ഇത് എന്തുകൊണ്ട് പുതിയ ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ആദ്യം ഇറങ്ങിയ വണ്ടി സിറോസ് ആണ്, ലൈക്ക് ഇന്ത്യയിൽ. അപ്പോഴത്തേക്ക് എനിക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി നെക്സ്റ്റ് ഇനിയും സെൽറ്റോസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് സോണാട്ട് ആയിരിക്കും ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുള്ളൂ. എന്തായാലും സെൽറ്റോസ് ഞാൻ നോക്കുന്നില്ലായിരുന്നു, എനിക്ക് കുറച്ചും കൂടെ ഒരു ചെറിയൊരു വണ്ടിയാണ് വേണ്ടത്. അപ്പം അങ്ങനെയാണ് ഇതിലോട്ട് തന്നെ എത്തിയത്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു സൈഡിൽ നോക്കിയാൽ ഏത് വണ്ടി? ഡിഫൻഡർ. ഒരു സൈഡിൽ നോക്കിയാൽ വാഗണർ. നേരത്തെ ഓടിച്ചിട്ടുള്ളത് വാഗണർ ആയിരുന്നു. അതെ, അപ്പൊ അതിന് ഒരു മിസ്സിങ് വരുന്നില്ല, കാരണം ഒരു സൈഡിൽ വാഗണർ തന്നെ. ഫ്രണ്ടിൽ നോക്കിയാൽ ഏതാണ്? പഞ്ചിന്റെ ഒരു ഫീൽ ഉണ്ട് ആ ഫ്രണ്ട് ബോണറ്റിന്റെ ആ ഒരു സൈഡ്.
അങ്ങനെ കുറെ വണ്ടികൾ ചേർത്ത് വേറെ ഏതെങ്കിലും വണ്ടിയുടെ ചേർച്ചയുണ്ടോ? എക്സ്റ്ററിന്റെ ഒരു വൈബ് ഉണ്ട് ഇവിടെ, മറ്റേ പ്ലാസ്റ്റിക് ഈ സംഭവങ്ങൾ ക്ലാഡിങ്ങിന്റെ. അതെ, അങ്ങനെ എല്ലാ വണ്ടിയും കൂടെ ചേർന്ന് ഒരു കിയ ഒരു പ്രൊഡക്റ്റ് ആണ്, മിശ്രിതം. ഞാൻ എക്സ്റ്റർ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്, പക്ഷെ അത് വണ്ടിക്ക് പവറും ഭയങ്കര കൊച്ചു വണ്ടിയും കൂടെ അത് പിന്നെ ഭയങ്കര ക്രാംഡ് ആണ്. ഇതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അകത്ത് ഇങ്ങനെ ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ ഈ കൺസിഡർ ചെയ്യുമ്പോൾ ഒറ്റ പോയിന്റിലെ ഈ വണ്ടി വീഴാൻ സാധ്യതയുള്ളൂ, ഇന്റീരിയർ സ്പേസ്. നിങ്ങൾക്ക് ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കാനോ, ഏജ്ഡ് അല്ല വീട്ടിൽ അതായത് ഇന്റീരിയർ സ്പേസിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന മോഡലാണ് ഈ സാധനം. കാരണം ഇന്റീരിയർ സ്പേസ് അമ്മാതിരി ഉണ്ട്, അമ്മാതിരി കംഫർട്ട് ഉണ്ട്. അത് ഞാൻ അകത്ത് കയറുന്ന സമയത്ത് ബാക്കി കാണിച്ചു തരാം. ആൻഡ് ടയർ ഇപ്പം ഇതിനകത്ത് വരുന്നത് എത്ര? 16 ഇഞ്ചോ? 16 ഇഞ്ച് ടയർ ഒക്കെ ഇനഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? കോർണറിംഗ് 16 ടയറിന് എങ്ങനെ കോർണറിംഗ് ഒക്കെ ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. ഞാൻ അധികം സ്പീഡിൽ ഓടിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റോഡിൽ കിടന്ന് ലൈക്ക് ഒരു സേഫ് രാത്രികളിൽ അപ്പം അതുകൊണ്ട് നമ്മൾ റോഡിലൊക്കെ നമ്മൾ വളരെ പതുക്കെയാണ് നമ്മൾ ഓടിച്ചോണ്ട് പോകുന്നത്. ഹൈവേസിൽ കയറുമ്പോൾ നമ്മൾ സ്പീഡ് കയറും. ഞാൻ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് ഞാൻ 100 അതിന് മണ്ടക്കോട് ഞാൻ പുഷ് ചെയ്യാറുണ്ട്. അപ്പം ഓടിച്ച സമയങ്ങളിൽ നമ്മുടെ നല്ല റോഡാണെങ്കിൽ എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പെട്ടെന്ന് ഒരു ഫ്ലിക്കബിലിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ടോൾ ബോഡി ഡിസൈൻ ആയതിന്റെ പ്രോബ്ലം എന്തായാലും അവിടെ വരും. ഞാനപ്പോ അത്രയും ഒരു അഗ്രസീവ് റൈഡിങ് ഞാൻ ചെയ്യാറില്ല. സേഫ് ആയിട്ട് സ്പീഡ് ചെയ്യാറുണ്ട്, അഗ്രസീവ് ആയിട്ട് റൈഡ് ചെയ്യാറില്ല. അപ്പൊ ഇത്ര ഓടിച്ച സ്ഥിതിക്ക് കിയ എന്ന് പറയുമ്പോൾ ആൾക്കാർ സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് കൺസേൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പണ്ട് സെൽട്ടോസ് 2 ഒടിഞ്ഞു പോയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ കിയയിലോട്ട് വന്ന സ്ഥിതിക്ക് ഇതിന്റെ സേഫ്റ്റി വൈസ് എയർ ബാഗ്, ബ്രേക്കിംഗ്, ഈ പറഞ്ഞ കോർണറിംഗ് പറഞ്ഞു, ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് തോന്നുന്നു? ആക്ച്വലി സേഫ്റ്റി വൈസ് എനിക്ക് ലൈക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. BN ഗ്യാപ്പ് ചെക്ക് ചെയ്തോ? അങ്ങനെ ഇടിച്ചിട്ടില്ല. BN ഗ്യാപ്പിന്റെ റേറ്റിംഗ് നോക്കിയപ്പോഴത്തേക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിരുന്നു. പിന്നെ BN ഗ്യാപ്പിന്റെ ആയിരുന്നു ഗ്ലോബൽ BN ഗ്യാപ്പ് നമ്മുടെ ഭാരതിന്റെ. അപ്പം ആളുകൾ ഇടയ്ക്ക് ഡിബേറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ ഗ്യാപ്പ് BN ഗ്യാപ്പും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത്. അത് ഞാൻ ഉണ്ട്, റേറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാം, നമ്മൾ വിശ്വസിച്ചിട്ട് ഭാരതമാണല്ലോ. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ആക്ച്വലി ഞാൻ HTX ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിലും കൂടെ ഡിസ്ക് വരുന്നുള്ളതാണ്. അപ്പം HTK+ ആണ് വാല്യൂ ഫോർ മണി എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ സീറോസിന്റെ മിഡ് വേരിയന്റിൽ. പക്ഷെ എനിക്ക് റിയർ ബ്രേക്കിംഗ് അതുപോലെ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വേണ്ടതുകൊണ്ട് പെർഫോമൻസിൽ ആ ബ്രേക്കിംഗ് പെർഫോമൻസ് ഇമ്പോർട്ടന്റ് എനിക്ക്. ഞാനിപ്പോ ബൈക്കുള്ള സമയത്തും ബൈക്കിൽ ആദ്യം ഞാൻ മാറ്റുന്നത് ബ്രേക്ക് പാഡാ. അപ്പം ആ ബ്രേക്കിംഗ് കാരണം പിടിച്ചാൽ നിൽക്കണം. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയാലോ, തോന്നുമ്പോ എടുത്ത് ചാടും. ദിസ് വേരിയന്റ്. അതെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, HTX+ ഇത് വെച്ചിട്ട് എത്ര ഡിഫറൻസ്? HTK+ ഇതും തമ്മിൽ 1.5 ഡിഫറൻസ് ഉണ്ട്. HTK+ എന്ന് പറയുമ്പോഴത്തേക്ക് മിഡ് ആണ്, ഏറ്റവും വാല്യൂ ഫോർ മണി അതാണ്. പക്ഷെ അതില് DR വരുന്നില്ല, LED അല്ല വരുന്നത്, ഹാലജനാ വരുന്നത്. പുറകിലത്തെ ടെയിൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ LED അല്ല. പിന്നെ സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ കുറച്ച് ഡിസ്ക് ബ്രേക്കിന്റെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ 1.5 അത്രയും കൊടുക്കുന്നത് എനിക്ക് അത്രയും ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നിയില്ല. മേ ബി ഒരു 360 ക്യാമറയും കൂടെ ആഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷണൽ ആക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഇപ്പം 360 വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് പോകേണ്ട അവസ്ഥയാണ്, റഡാർ ഉള്ള സാധനത്തിലോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇതിൽ കുഴപ്പമില്ല, ലൈക്ക് ഇടയ്ക്ക് പൊങ്ങി എടുത്ത സമയത്ത് ഞാൻ എറണാകുളത്ത് പോയി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഞാൻ ചെന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പം കാരണം വണ്ടി തട്ടോ തട്ടത്തില്ലയോ എന്നുള്ളത് അറിയത്തില്ല. പിന്നെ അവിടെ നിന്നുള്ള ആൾക്ക് ചേട്ടന്മാർ ഇങ്ങനെ കൈ അടിച്ച് എടുത്തോ പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തോണ്ട് പോയി. ഇത്രയും ഓടിച്ച സ്ഥിതിക്ക് എങ്ങനെയുണ്ട് എഞ്ചിന്റെ സൈഡിൽ? എഞ്ചിൻ അത്യാവശ്യം ഞാൻ പറയില്ല, ടർബോ ലാഗ് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടർബോ കിക്കിൻ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. ലോ എൻഡ് ആക്ച്വലി കുറച്ച് ഷോകാണ്. അപ്പം 1 ലിറ്റർ ടർബോ ആയതിന്റെ ഒരു പ്രോബ്ലം നമുക്കറിയാം ട്രാഫിക്കിൽ, DCTയിൽ ട്രാഫിക്കിൽ അറിയാം. അപ്പം ട്രാഫിക്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആ ഒരു വണ്ടി ഒന്ന് മൂവ് ആവാനും ഇച്ചിരി പാടാ. പിന്നെ ഡ്രൈ ആണ്, DCT ഡ്രൈ ആണ്, വെട്ടല്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഡ്രൈ ആണെന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. വെട്ടായിരുന്നെങ്കിൽ മേ ബി ബെറ്റർ ആയിരുന്നു. കാരണം അറിയാലോ, ഈ ട്രാഫിക്കിലൊക്കെ DCT കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000-20,000 കിലോമീറ്റർ കഴിയുമ്പോൾ 1 ലക്ഷം രൂപയുടെ പണിയോളം വരാറൊക്കെ ഉണ്ട് ആളുകൾ. വാറണ്ടി എടുത്തിട്ടുണ്ടോ? ഞാൻ സർവീസ് പാക്ക് എടുത്തിട്ടുണ്ട് 3 ഇയറിന്റെ. കിലോമീറ്റർ മാറുമോ? സർവീസ് പാക്ക് അഡീഷണൽ എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് വണ്ടി ട്രാഫിക്കിൽ വരുമ്പോഴത്തേക്ക് ന്യൂട്രലിലോട്ട് ഇടാറുണ്ട്. ഞാൻ ന്യൂട്രലിലിട്ട് ട്രാഫിക് വരുമ്പോൾ സ്പോർട്സ് മോഡിലോട്ട് മാറും, ഈക്കോ മോഡിൽ നിന്ന് മാറി സ്പോർട്സിലോട്ട് പോകും. കാരണം ആ ഗിയർ സെക്കൻഡ് ഗിയർ ഫസ്റ്റിലും സെക്കൻഡിലും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ഹീറ്റ് ആവാനുള്ള. സ്പോർട്സിൽ ഫസ്റ്റ് ഗിയർ ഞാൻ മാനുവലോട്ട് മാറും, പാഡ് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് പമ്പിലോട്ട് പോകും, ഫസ്റ്റിലോട്ട്
ചെല്ലും. പിന്നെ ഞാൻ വണ്ടി ഫ്രണ്ടിൽ ഒരു സ്പേസ് വരുമ്പോൾ ഞാൻ എടുക്കത്തില്ല, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടെ സ്പേസ് വന്നിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ DCT ഉള്ള ആളുകൾ DCT DSG സ്കോഡയുടെ വണ്ടിയിലുള്ള DSG നൊട്ടോറിയസാ. അപ്പം നല്ല രീതിയിൽ DCT-നെ പറ്റി റിസർച്ച് ചെയ്തിട്ടാണ് ഇതെടുത്തത്. അപ്പം എന്റെ യൂസും കൂടുതൽ ഹൈവേ ആണ്. ട്രാഫിക്കില് നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ അത്രയും ട്രാഫിക് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വെളിയിലോട്ട് പോകുന്ന സമയത്ത് എറണാകുളത്ത് പോകുന്ന ടൈംസിൽ ട്രാഫിക്കിൽ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലാതെ ഹൈവേയിൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ നമ്മള് സിറോസിന്റെ അകത്ത് കയറുന്ന സമയത്ത് കണ്ടോ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ വിശാലമായി കാലൊക്കെ എടുത്ത് വെച്ച് കയറിയിരിക്കാം എന്നുള്ളതാണ്. നല്ല സുഖമാണ്. അതെ, ഞാൻ വണ്ടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. V6-ലൊക്കെ ഇപ്പോഴാണ് ഈ പറഞ്ഞ സ്ക്രീനൊക്കെ വലുത് വന്നത്, പക്ഷെ അന്നേ സിറോസിലുണ്ട്. ഇത് തന്നെ V6-ന്റെ സ്ട്രക്ചർ. അതിൽ ഇവിടെയും കൂടെ ഒരു അല്ല, അത് 9-ക്ക് V6-ന് ഇവിടെ വെച്ച് നിൽക്കുക, അത്രേ ഉള്ളൂ. പക്കയാ. ഈ ഡാഷ്ബോർഡിന്റെ പകുതിയും സ്ക്രീൻ പോയ പോലെ ഉണ്ടല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റീരിയർ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ഇന്റീരിയറിലോട്ട് കയറുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കാണുന്ന ഒരു പ്ലസന്റ് ഫീലാണ്. നിങ്ങളിപ്പം ഈ ഡാഷ്ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾറെഡി നിങ്ങൾ സിറോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സെൽട്ടോസിനെയും സോണറ്റിനെക്കാട്ടിൽ ഒരു പരിധി വരെ മുമ്പിൽ നിൽക്കുന്നതായിരുന്നു. സെൽട്ടോസ് പുതിയ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതായിരുന്നു കിട്ടുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി. കാരണം അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആക്ച്വലി ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങളെല്ലാം വളരെ നീറ്റാണ്. എനിക്ക് ഈ ഫിസിക്കൽ ബട്ടൺസ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ടച്ചിനെക്കാട്ടിൽ എന്തുകൊണ്ടും ബെറ്റർ ഫിസിക്കൽ, എസ്പെഷ്യലി AC ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫിസിക്കലി ഇരിക്കുന്നതിനാണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, സ്ക്രീന്, കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമിന്റെ ക്വാളിറ്റി എല്ലാം ലൈക്ക് ഇടുന്നതാണ്. 360 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ മോഡൽ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പം അതിലും ലൈക്ക് ഭയങ്കര ക്ലിയർ ആണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്വാളിറ്റിയാണ്. നമ്മുടെ 360 ക്യാമറ ആണെങ്കിലും എല്ലാം. അപ്പം ഓവറോൾ ലൈക്ക് ക്ലസ്റ്റർ വൈസ് എല്ലാം ഓക്കെ ആണ്. പിന്നെ ആകെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മോഡൽ ഓപ്ഷൻ ടോപ്പ് എൻഡിൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം, തീംസ് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇതാണെങ്കിൽ സിമിലർ ലേഔട്ടാണ്. ഈ ലേഔട്ടിൽ ചില സമയങ്ങളിൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻസ് ഈ സാധനങ്ങളൊക്കെ മിസ് ഔട്ട് ആവാറുണ്ട്. പിന്നെ ടിൽറ്റ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടെലിസ്കോപ്പിക് ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ. ഇത് മെറ്റീരിയൽ കണ്ട നല്ല രസമുണ്ട്. ഇത് മറ്റേ ഈ ബാസ്കൻ റോബിൻസിന്റെ ഐസ്ക്രീമിന്റെ അവിടെ പോകുമ്പോ ടേബിളിന്റെ ഡിസൈൻ കണ്ടിട്ടില്ലേ അല്ലേ? അവരുടെ ടേബിൾ ഡിസൈൻ കണ്ടിട്ടില്ലേ? ഇത് കണ്ടോ? ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഞാൻ കൊറിയന്ന് കൊണ്ടുവന്നു. ഇതെല്ലാം റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്. അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ വന്നതാണെന്നൊക്കെ. ഓ, അതാണോ ഞാൻ വെച്ചിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ ടോപ്പ് എൻഡിൽ വയർലെസ് ചാർജിംഗ്, നമുക്ക് സാധനം വെക്കാൻ ഉള്ളത്, തുണിയൊക്കെ. ഓക്കെ, പിന്നെ ടൈപ്പ് സി വരുന്നുണ്ട്, ടൈപ്പ് സി പുറകിലും ടൈപ്പ് സി, രണ്ട് ടൈപ്പ് സി വരുന്നുണ്ട്. ഇവിടെ ചാർജിംഗ് ഉള്ളി, ഇത് ആൻഡ്രോയിഡ് ഓട്ടോ പ്ലസ് ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളത്. പിന്നെ ആകെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് കൈ വെക്കാനാന്ന് അറിയില്ല. വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ഓടിക്കേണ്ടത് ഇതൊരു ശോകം ഇതാണ്. എനിക്ക് അഡ്ജസ്റ്റബിൾ ആവണമായിരുന്നു. പുതിയ ഇതിന്റെ മണ്ടയ്ക്ക് ബിൽഡ് ചെയ്തിരിക്കുന്ന EV2 പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗിയർ ലിവർ ഒക്കെ എങ്ങനെയുണ്ട്? കുഞ്ഞു ഗിയർ ലിവർ ആണ്, ഭയങ്കര കുഞ്ഞു ഗിയർ. എല്ലാം ലൈക്ക് ലെതർ, മറ്റേ ലെതർ മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ടച്ച്. ഗിയർ ഒക്കെ വീഴാനൊക്കെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഇല്ല, ഒരു പ്രോബ്ലംസും ഇല്ല. അടിപൊളിയാണ്. ഇതാണ് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത്. അല്ല, ഇത് സെൻസർ ആണ്. പാർക്കിംഗ് ബ്രേക്ക് എവിടെ? പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ റൈറ്റ് സൈഡിലാണ്. ഓ, അവിടെയാണ്. ഈ റൈറ്റ് സൈഡിൽ ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ ഹോൾഡ് കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് ആക്ച്വലി പ്രെറ്റി ഓക്കെ ആണ്. കുഴപ്പമില്ല. ഈ മെറ്റീരിയൽ അത്യാവശ്യം എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ കയ്യിലൊക്കെ ഓടിച്ച് വെച്ച് നോക്കുമ്പോൾ ലൈക്ക് കുഴപ്പമില്ല, എല്ലാം ലൈക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ഇതാണ്, ഓക്കെ ആണ്. ഓക്കെ, ആൻഡ് ഫ്രണ്ടിലത്തെ സീറ്റിന്റെ പൊസിഷൻ, സീറ്റിന്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കുക അല്ലേ? ഹൈറ്റ് ഗൈസ്, നിങ്ങൾ ഹൈറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കാം. നല്ല ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ബേസ് വേരിയന്റ് തൊട്ട് പനോരമിക് സൺറൂഫ് കിട്ടുന്നുള്ള ഒരു വണ്ടിയാണ് സിറോസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. സൺറൂഫ് ഇഷ്ടമുള്ളവർക്ക് ഈ സാധനം എടുക്കാം, ഇന്റീരിയർ സ്പേസ് വേണ്ടവർക്ക് ഈ സാധനം എടുക്കാം, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇവിടെ നമുക്ക് സൺഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക് അല്ല, നോർമൽ ORVM വരുന്നുണ്ട്. സൈഡിലൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. ഫ്രണ്ടിലത്തെ വിസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട് ഓടിക്കുന്ന സമയത്ത്? ഫ്രണ്ടിൽ നല്ല വിസിബിൾ ആണ്. ബോണറ്റ് കാണത്തില്ലല്ലേ? ബോണ്ട് കാണാം, എനിക്ക് കാണാം. ഇതിൽ സീറ്റ് ആക്ച്വലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, മറ്റേത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക് അല്ല, ഇലക്ട്രിക് മറ്റേ ടോപ്പ് എൻഡിലെ മാത്രമേ വരുന്നുള്ളൂ. അല്ല, സോറി, HTX പ്ലസിൽ ഇലക്ട്രിക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടിയിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? ഈ ഒരു പ്രൈസിൽ 360 ക്യാമറ വരാമായിരുന്നു, അല്ലെങ്കിൽ അഡീഷണൽ തരാമായിരുന്നു, അല്ലെങ്കിൽ അഡീഷണൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എങ്കിലും വെക്കായിരുന്നു. ഇപ്പം തേർഡ് പാർട്ടി ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അതാകുമ്പോഴത്തേക്ക് ഓൾറെഡി ബിൽഡിൻ ആയിട്ടുള്ള സാധനത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കാണിച്ച
കൈവെക്കാൻ ഓക്കെ. പിന്നെ പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ജസ്റ്റ് ഇങ്ങനെ 3-4 ബട്ടൺസ് പോലാണ്. മറ്റേ തിരിക്കുന്ന സാധനമായിരുന്നെങ്കിൽ രസമായിരുന്നു. അയ്യോ, ഇതൊക്കെ കിട്ടിയത് ഭാഗ്യം. ഇപ്പോഴത്തെ പുതിയ വണ്ടിയിൽ ഇതേ ഇല്ല, ടച്ച് സ്ക്രീൻ ഇല്ല. നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ അയ്യോ ടച്ച് സ്ക്രീൻ എവിടെ, AC വർക്ക് ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. അതൊക്കെ വിൻസർ. പോട്ടെ, അടുത്ത. ഒന്നും വിൻസറിനെ പറ്റി ഒന്നും പറയുന്നില്ല. ചേട്ടന് ഒരേ അമ്മ മറ്റേ 2 മക്കളുമാരാന്ന് തോന്നുന്നു. ലുക്കിന്റെ ഇതില് സബ്ജക്റ്റീവ് ആയിട്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ, വിൻസറിന് അകത്ത സാധനം ഞാൻ പറഞ്ഞു, കാരണം തൊട്ട് കഴിഞ്ഞാൽ വർക്ക് ഓക്കെ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ശരിയാവത്തുള്ളൂ. ഓക്കെ, പിന്നെ ഫോണല്ലേ വണ്ടി ഓടിച്ചത് 100 രൂപ. അയ്യോ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതെല്ലാം പ്ലാസ്റ്റിക് വൈബാണ് ഗൈസ്, പക്ഷെ എന്നാ ഒരു സോഫ്റ്റ് ടച്ച് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ബാക്ക് സൈഡ് ഇരിക്കാം. ബാക്ക് സൈഡ് ആണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്. അതുകൊണ്ട് ഗൈസ്, നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ഇരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ശരിയാ, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല സ്ഥലമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഡോർ ഹാൻഡിൽ ആണെങ്കിലും എല്ലാം നല്ല വൈഡായിട്ട് തുറക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ സീറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും അല്ലേ? യെസ്, ആക്ച്വലി ഇത് നിങ്ങൾ ഇനിയും പുറകോട്ടാക്കാം. ഇനി പുറകോട്ട് ഇനിയും സ്പേസ് ഉണ്ട്. ഇപ്പൊ മാക്സിമം ഈ ഹൈറ്റില് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇനി റിക്ലൈൻ ഉണ്ടോ? ഇനി റിക്ലൈൻ ഉണ്ട്. റിക്ലൈൻ വരുമോ? ഇവിടെ ആണല്ലേ. ഇത് ശരിയാടാ ഇത്. അപ്പൊ ഈ വണ്ടി EVയും കൂടെ ആയിരുന്നു ഡ്രൈവർ വണ്ടി എടുക്ക്. അത് കൊള്ളാല്ലേ? ഈ സെഗ്മെന്റിൽ ഈ വണ്ടിയിലല്ലേ ഉള്ളൂ. യെസ്, ഇതിലാണ് ഫസ്റ്റ് വന്നതെന്ന് എന്റെ ഓർമ്മ. ഇപ്പം വേറെ 1-2 വണ്ടിയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. വിൻസറിലുണ്ട് ഈ സാധനം. വിൻസറിൽ ഫ്രണ്ട് ആക്ച്വലി താരോട്ട് ആകാം. ഫ്രണ്ട് ഫുള്ള് താത്തിട്ട് ലൈക്ക് നമുക്ക് കിടക്കുന്ന മറ്റേ ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അകത്തൊരു നല്ല അത്യാവശ്യം ഡിക്കി സ്പേസ് ഉണ്ട്. സീറ്റ് ഇത് മടക്കി കഴിയുമ്പോൾ അതനുസരിച്ച് കുറയുമെന്ന് മാത്രം. ശരിയാ, കംഫോർട്ടിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു പോയിന്റും കൂടെ സിറോസിൽ നമ്മൾ കൊടുക്കുന്നു. സൺഷെയ്ഡ് ഉണ്ട്. അതെല്ലാം HTX തന്നെ ഉണ്ട്. ബേസ് തൊട്ടുണ്ട്. ബേസിൽ ഇതെല്ലാം ഉണ്ട്. ബേസ് ആക്ച്വലി ഈ വണ്ടിയുടെ ബേസ് ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. അതായത് ഇന്ന ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെന്നുള്ളവർക്ക് പക്കയാണ്. എല്ലാ സാധനങ്ങളും കുറച്ച് ടോപ്പ് എൻഡ് ആയിരുന്നെങ്കിൽ പുറകിൽ സീറ്റിൽ വെന്റിലേഷൻ കൂടെ വന്നേനെ. അതൊരു വലിയ സംഭവമാണ്. പക്ഷെ അത് നമുക്ക് ഈ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തായിരുന്നു. അതില് താഴെ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ആക്ച്വലി ഇവിടെയും ഉണ്ട്, താഴെ ഉണ്ട്. താഴെ മാത്രമുള്ള ഓക്കെ. സ്റ്റിൽ അത്യാവശ്യം ടൈപ്പ് സി പോർട്ട് 2 ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. റിയർ AC വരുന്നുണ്ട്. 2 ഫാസ്റ്റ് ചാർജിങ് ആണ്. മതി, ഇത്രയും മതി. 16 ലക്ഷം രൂപയ്ക്ക് 15. ബേസിൽ ഇതെല്ലാം ഉണ്ടല്ലേ? ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ബേസിലുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്ന സമയത്ത് ആർക്കാണ് ശരിക്കും സിറോസ് പറ്റിയത് ആൻഡ് എങ്ങനത്തെ ആൾക്കാരാണ് സിറോസ് കൺസിഡർ ചെയ്യേണ്ടത്? ഒരു എന്നെ പോലെ പതുക്കെ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക്, ലൈക്ക് റാഷ് ഡ്രൈവിംഗ് ഇല്ലാത്ത ഒരാൾക്ക്, റാഷ് ഡ്രൈവിംഗ് ചെയ്യാതെ ചില്ലായിട്ട് പതുക്കെ പോകണം. ട്രാവൽ ചെയ്യുമ്പം ഇപ്പൊ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുമ്പം കുറെ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി വെച്ചുകൊണ്ട് പോകണം. പേരൻസുമായിട്ടൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി കുറച്ചും കൂടെ ഓൾഡർ പേരൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അകത്ത് കയറാനും പുറകിലിരിക്കാനും മുട്ടുവേദനയുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണ്. വീട്ടിലമ്മയ്ക്ക് മുട്ടുവേദനയുണ്ട്. അപ്പം അകത്ത് കയറിയിരിക്കാൻ കുറച്ചും എളുപ്പമാണ്. ഡോറ് കുറച്ചും കൂടെ നോർമൽ പഞ്ചിന്റെ അത്ര ഓപ്പൺ ആവത്തില്ല. പഞ്ച് കുറച്ചും കൂടെ ലൈക്ക് മോർ ദാൻ 90 ഓപ്പൺ ആവും. ഇതിൽ ഇവിടം വരെ ഉള്ളൂ. പക്ഷെ എന്നാലും സ്റ്റിൽ ലൈക്ക് ഈഗ്രസും ഇൻഗ്രസും ഭയങ്കര എളുപ്പമാണ്. ഇത് ഡോറ് പിടിച്ചു തുറക്കാനൊക്കെ പാടുണ്ടായിരുന്നു. കയ്യിലൊരു സാധനം വെച്ചുകൊണ്ട് ആൾക്കാർക്ക് തുറക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എസ്പെഷ്യലി ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കയ്യിൽ കുറെ സാധനം ഉണ്ടെങ്കിൽ തുറക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ എസ്പെഷ്യലി ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഈ വണ്ടി കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ തല വെളിയിൽ നിന്ന് കൈ നീക്കിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അത് ഇവിടെ ഒരു സാധനം ഒരറ്റത്ത് ഞെക്കണം, അപ്പൊ വെളിയിലോട്ട് വരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഭയങ്കര കംഫർട്ടാണ്. ഇതും കൊണ്ട് ഞാൻ ബീച്ചിലൊക്കെ മറ്റേ പോയിട്ടുണ്ട്. മുഴപ്പിലെങ്ങനെ ബീച്ചോ, അപ്പം അവിടെ ഇതൊക്കെ തുറന്ന് മണ്ടക്കുന്നൊക്കെ തലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ പതുക്കെ ഓടിക്കുന്നവർക്ക് മാത്രമാണോ ഈ വണ്ടി കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, ഹൈവേ ടൂറിങ് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം സേഫ്റ്റി ലൈക്ക് 5 സ്റ്റാർ റേറ്റിംഗ് പറയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം അതല്ലേ അല്ല. ഓക്കെ, കംഫർട്ട്. അപ്പോൾ ഡീസൽ എടുക്കാഞ്ഞതിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി കണ്ടിട്ട് ഈ വണ്ടി എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും മൊമെന്റ് ഈ വണ്ടി എടുത്തതിന് ശേഷം? യെസ്, ഞാൻ ഈ വണ്ടി എടുത്ത ടൈമിൽ GST റിഫോംസ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഞാൻ വണ്ടി എടുത്തൊരു 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് GST 18% ആയത്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ നഷ്ടം ഓട്ടോമാറ്റിക്കലി ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം. അതിന്റെ മണ്ടയ്ക്ക് ഇപ്പം 1 ലക്ഷം രൂപയ്ക്ക് മണ്ടയ്ക്ക് ഉണ്ട്. പെട്രോളും അടിച്ചിട്ടുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് സന്തോഷം. ഓക്കെ, ഇപ്പോഴത്തെ പുതിയ പഞ്ച്
മേ ബി ലൈക്ക് കൺസിഡർ ചെയ്തേനെ ഈ നേരത്തെ ലോഞ്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ. പുതിയ പഞ്ച് അപ്പൊ 40 കിലോവാട്ടിന്റെ ലൈക്ക് ഇപ്പൊ ഞാൻ കുറെ ആൾക്കാർക്ക് പഞ്ച് EV. ഓക്കെ, കാരണം ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി ഇത്ര ഓടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടുത്തതിന് ശേഷം ഭയങ്കര ഓട്ടമായിരുന്നു. അപ്പം പെട്രോൾ കുറെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ വിഷമം വന്നു, EV എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പം മേ ബി EV ഞാൻ കൺസിഡർ ചെയ്യും. ലൈക്ക് ഇനിയും ഇതേപോലെ തന്നെ ഓട്ടം പോവാണെന്നുണ്ടെങ്കിൽ EV കൺസിഡർ ചെയ്യുന്ന ഒരു നല്ല ഓപ്ഷനാണ്. ഞാൻ 5 EV പ്രിഫർ ചെയ്യും. ലൈക്ക് പുതിയ ലോഞ്ച് ചെയ്തത് ലൈക്ക് എനിക്ക് തോന്നുന്നു 40 കിലോവാട്ടിന് ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആണ്. എന്തുകൊണ്ട് ഇത് 16 ലക്ഷം. ഇപ്പൊ 15 സംതിങ്ങിന് ഇതിനെക്കാട്ടി 3 ലക്ഷം രൂപ കുറവാ. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ബെറ്റർ ഫിറ്റ് ആയിരുന്നേനേം എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഡോറും സെയിം ലൈക്ക് 90 ഡിഗ്രിക്ക് വേണ്ട. അത് ഞാൻ യൂട്യൂബിൽ ഒരാളുമായിട്ട് അടി ഉണ്ടായ ടൈമിലാണ് പഞ്ചിന് അത്രയും ഡോർ തുറക്കും എന്നുള്ളത് അറിഞ്ഞത്. ഞങ്ങള് കമന്റിൽ വാർസ് നടക്കുമായിരുന്നു. അപ്പം ആ പുള്ളി ഫ്രണ്ട്ലി വാറായിരുന്നു. അപ്പം പുള്ളിയാണ് പഠിപ്പിച്ചത് പഞ്ചിന്റെ ഡോറ് കുറച്ചും കൂടെ തുറക്കും. താങ്ക്സ് ആ പുള്ളിക്കാര്, കമന്റ് പുള്ളിക്കാര്. ഓക്കെ, അപ്പോൾ ലൈക്ക് വേറെ വണ്ടി നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏത് നോക്കിയാനേ ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഇല്ല, ഇപ്പം ഈ ഓപ്ഷൻ ഇതിന് ഞാൻ ഒരിക്കലും റെഗ്രറ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും റെഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ എവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പാർട്ട് ഫ്രം ലൈക്ക് പെട്രോൾ കോസ്റ്റ് സാധനങ്ങൾ, കാരണം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് ഓവറോൾ ലൈക്ക് കംഫർട്ട്. എന്നോട് ചോദിക്കും കംഫർട്ട് മാത്രമേ പറയാനുള്ളൂ. ആക്ച്വലി ഈ വണ്ടി കംഫർട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് പറയാൻ റീസൺ അത്രയ്ക്കുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഇന്റീരിയർ അകത്തുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഐ വിൽ 100% റെക്കമെൻഡ് ദിസ് കാർ. ലുക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ വണ്ടി കാണുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഒരു 50-50 പോലെയാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആക്ച്വലി വണ്ടിക്കകത്ത് കയറിയിരുന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എടാ ഇന്ന സാധനം ഉണ്ട്, എന്റെ മറ്റേ ഇന്ന വണ്ടിയിൽ ഇതില്ല, അതിലില്ല, ഇതില്ല, ഈ സാധനങ്ങൾക്ക് അടിപൊളി. യെസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ സിറോസിനെ കുറിച്ച് കുറച്ചെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ പറയാൻ, വേറെ ഓഡിയൻസ് അടുത്തൊന്നും പറയാനില്ലല്ലോ. ഇല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. വളരെ അടുത്ത വീഡിയോ ഉണ്ട്. നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് അത് അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ശരി ഗൈസ്, പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.